യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ ദരിദ്രരോടുള്ള യേശുവിൻ്റെ സമീപനത്തെക്കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുകയായിരുന്നു. അവിടെ ദരിദ്രരായ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് അപ്പസ്തോലന്മാർ ചേർത്ത് നിർത്തിയതെന്ന് ആ ചിന്ത നമ്മൾ ഇന്ന് തുടരുകയാണ്. ഇന്ന് ഇക്കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ദരിദ്രരോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമുക്ക് എപ്പിസോഡ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അത് തുടർന്നാലോ? ആദിമസഭ, അതിലെ വിശ്വാസികൾ ഉദാരമായ സംഭാവന പാവപ്പെട്ടവരായിട്ടുള്ള വിശ്വാസികൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നൽകിയ സഭയാണ്. നമ്മൾ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ 1ഉം 2ഉം വാക്യങ്ങളിൽ ജെറൂസലേമിലെ സഭയ്ക്ക് വേണ്ടി ആ സഭയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരു ക്ഷാമമുണ്ടായ പശ്ചാത്തലത്തിൽ, ജെറൂസലേമിലൊരു ക്ഷാമമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അവിടെയുള്ള വിശ്വാസികളെ സഹായിക്കാനായിട്ട് കൊറിന്തോസിലെ സഭയിലെ വിശ്വാസികളിൽ നിന്ന്, അതൊരു വിജാതീയ സഭയാണെന്ന് വിചാരിക്കണം, വിജാതീയരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച വ്യക്തികളടങ്ങിയ സഭയാണ്. ആ സഭയിൽ നിന്നും സംഭാവന നൽകുന്നതിൻ്റെ വിവരണമാണ്, അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം. ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. അപ്പം ഗലാത്യയിലെ സഭ, ആ സഭ ഈ ജെറൂസലേം സഭയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും സഹായിക്കണം. അതുകൊണ്ട് ആഴ്ചയിലെ ആദ്യ ദിവസം നിങ്ങൾ അതിന് സംഭാവന കൊടുക്കണം എന്നുള്ളതാണ്. ഈ ദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭാവന. നമ്മുടെ ഞായറാഴ്ച പിരിവൊക്കെ തുടങ്ങിയത് എന്തോ അല്ലേ? അപ്പോൾ ഇത് പൗലോസ്ലീഹായുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നോക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിരിവാണത്. ഇതാണ് സഭകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം 3-ാമത്തെ വാക്യം ഇവിടെ വായിക്കാവോ? ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറൂസലേമിലേക്ക് അയച്ചുകൊള്ളാം. അപ്പോൾ അതിനുള്ള സംവിധാനം, ഏർപ്പാടുകളൊക്കെ ചെയ്യുകയാണ്, അദ്ദേഹം ചെയ്യുകയാണ്. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാമത്തെ ലേഖനം 8-9 അധ്യായങ്ങൾ മുഴുവനും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ധനശേഖരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓർക്കണം, ഒരു ലേഖനത്തിലെ 2 അധ്യായങ്ങൾ മുഴുവനും അതേക്കുറിച്ചാണ്. അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ കൂടുതലായിട്ട് വർഷിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ സംഭാവന ചെയ്യുന്ന വഴിയായിട്ട്, ദരിദ്രരെ സഹായിക്കുന്ന വഴിയായിട്ട് കൂടുതലായിട്ട് വർഷിക്കപ്പെടാനായിട്ട് ഇത് ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം, അതിൻ്റെ അവസാനം 15-ാം അധ്യായം 25-27 വാക്യങ്ങളിൽ ജെറൂസലേമിലെ സഭയെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 25-27 വാക്യങ്ങൾ. ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജെറൂസലേമിലേക്ക് പോവുകയാണ്. വിശുദ്ധരെ സഹായിക്കാൻ, വിശുദ്ധരെന്ന് പറയുമ്പോൾ വിശ്വാസികളെയാണ്. എന്തെന്നാൽ ജെറൂസലേമിലെ വിശുദ്ധരിൽ നിർധനരായവർക്ക് കുറെ സംഭാവന കൊടുക്കാൻ മക്കദോനിയായാലും അക്കാദിയായാലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു. പലയിടത്തുനിന്ന് പിരിക്കുകയെന്ന് ഓർത്തോണം. വിജാതീയ സമൂഹങ്ങളിൽ, വിജാതീയ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് ജെറൂസലേമിലേക്കുള്ള
ജെറുസലേമിലുള്ള ദരിദ്രരായിട്ടുള്ള വിശ്വാസികൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ഉദാരമായിട്ടുള്ള സംഭാവനയാണ്. പിന്നെ അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അതിന് കടപ്പാടുമുണ്ട്. എന്തെന്നാൽ അവരുടെ ആത്മീയ അനുഗ്രഹങ്ങളിൽ പങ്കുകാരായ വിജാതീയർ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതാണ്. ആണ്. അതായത് ദൈവം ഈ യഹൂദരായിട്ടുള്ള യഹൂദ ക്രൈസ്തവർക്ക് നൽകിയ അതേ കൃപയാണ് വിജാതീയരുടെ മേൽ വർഷിച്ചിരിക്കുന്ന, വിജാതീയ ക്രൈസ്തവരുടെ മേൽ വർഷിച്ചിരിക്കുന്ന. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിൽ കടപ്പെട്ടിട്ടുണ്ട്. വിശ്വാസം സ്വീകരിക്കുന്ന വഴിയായിട്ട് അതൊരു ആത്മീയമായിട്ടുള്ള ദാനമാണ്, കൃപയാണ്. അപ്പം അങ്ങനെ സ്വീകരിച്ച നിങ്ങൾ ഭൗതികമായിട്ടുള്ള ഒരു സഹായം അവർക്ക് നൽകേണ്ടതാണെന്ന് പറയുകയാണ്. അപ്പം ചുരുക്കത്തിൽ ആദിമ സഭാസമൂഹം കർത്താവിൻ്റെ പ്രബോധനം അനുസരിച്ചുകൊണ്ട് തന്നെ പങ്കുവെച്ച്, ഇല്ലാത്തവരുമായിട്ട് പങ്കുവെച്ച് ഏക മനസ്സോടുകൂടി കഴിഞ്ഞ ഒരു സമൂഹമാണ്, ഒരു മാതൃകാ സമൂഹമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ യാക്കോബിൻ്റെ ലേഖനം, ആ ലേഖനത്തിൽ സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദരിദ്രരോട് പരിഗണന കാണിക്കുന്ന പുതിയ നിയമ ഗ്രന്ഥം യാക്കോബിൻ്റെ ലേഖനമാണ്. ആ യാക്കോബിൻ്റെ ലേഖനത്തിൽ, ആ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വരച്ചു കാണിക്കുന്ന ഒരു മാതൃകാ ക്രൈസ്തവ സമൂഹം ചില സമൂഹങ്ങളിലെങ്കിലും അപ്രത്യക്ഷമായി എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതായത് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളോട് വിശ്വസ്തത പാലിക്കാത്ത സമൂഹങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിലെ ചില വ്യക്തികളും ഉണ്ടായി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രവാചകൻ്റെ ധീരതയോടുകൂടി, പ്രവാചകനെ പോലെ തന്നെ യാക്കോബ് ശ്ലീഹ ഈ തിന്മയ്ക്ക്, അവരുടെ ഇടയിലുണ്ടായിരുന്ന നടമാടിയിരിക്കുന്ന തിന്മയ്ക്കെതിരെ ഈ ലേഖനത്തിൽ ആഞ്ഞടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് അവരിൽ പലരും വിശ്വാസം എന്ന് കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടെന്നൊരു അഭിമാനിക്കുന്നു. വിശ്വാസം എന്നാൽ ഏതാനും ചില തത്വസംഹിതകളുടെ ഏറ്റുപറച്ചിലായിട്ട് അവരതിനെ ഒതുക്കുകയാണ്. അതുപോലെ തന്നെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരുതിയിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാനും ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക, ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു മതജീവിതമായിരുന്നു അവർക്കുള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അവർ ഈ പറയുന്ന ഏറ്റുപറച്ചിലുണ്ട്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുണ്ട്, അധരം വഴിയായിട്ടുള്ള ഏറ്റുപറച്ചിലുണ്ട്. അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തിയിരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന, അപ്പോൾ അതോടൊപ്പം തന്നെ അവർ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കച്ചവടം നടത്തി അമിത ലാഭമുണ്ടാക്കുന്ന ആളുകൾ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വേലക്കാർക്ക് ന്യായമായിട്ടുള്ള കൂലി കൊടുക്കാത്ത ആളുകളുണ്ടായിരുന്നു. പ്രത്യേക പരിഗണന ലഭിക്കേണ്ട ദരിദ്രരും അനാഥരും അവഗണിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുന്നു. അധ്വാനിക്കുന്ന മനുഷ്യർക്ക് ആഹാരവും വസ്ത്രവും ലഭിക്കാത്ത ഒരു പരിതസ്ഥിതി ആ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആകമാനമുണ്ടെന്നുള്ളതല്ല, പക്ഷേ അങ്ങനെയുള്ള ക്രൈസ്തവ സഭാ സമൂഹങ്ങളും നിലവിലുണ്ടായിരുന്നു. അതിൽ കുറേ വിശ്വാസികളെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തോട് വിശ്വസ്തത പുലർത്താത്ത, അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദരിദ്രരോടുള്ള ഒരു സമീപനം എങ്ങനെ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്കെതിരെ ആണ് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം സാർ ഒന്ന് വായിക്കാവോ? പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുകയും ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി? അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. അതുപോലെ തന്നെ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. പ്രത്യേകിച്ച് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. 2-ാം അധ്യായം
യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-17 വാക്യങ്ങളിൽ നോക്കുക. വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ഒന്നിച്ചു പോകേണ്ടതാണ്. പ്രത്യേകിച്ച് സഹായം, നമ്മുടെ വിശ്വാസം സഹോദരനെ, മുട്ടുപാടുള്ള സഹോദരനെ സഹായിച്ചുകൊണ്ടാണ് ആ വിശ്വാസം നമ്മൾ വെളിപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന് പറയുമ്പോൾ മൃതമാണ്. അതായത് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചില തത്വസംഹിതകളുടെ ഏറ്റുപറച്ചിൽ മാത്രമല്ല, അത് പ്രവർത്തനത്തിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തണം എന്നാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ധനികരായിട്ടുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ധനത്തിൻ്റെ ക്ഷണികത ഓർമ്മിപ്പിക്കുകയാണ്. അത് കടന്നു പോകും. ധനം എന്ന് പറയുന്ന സമ്പത്ത് കടന്നു പോകുന്നതാണ്. 1-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. 10-11 വാക്യങ്ങളിൽ ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ, എന്തെന്നാൽ പുല്ലിൻ്റെ പൂ പോലെ അവൻ കടന്നു പോകും. പുല്ലിൻ്റെ പൂ പോലെ അവൻ കടന്നു പോകും. സുഭാഷിതങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും എന്നിട്ടാണ്. സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കി കളയുന്നു, അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു, സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും. അപ്പം ക്ഷണികത ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവരെങ്ങനെ ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീതിയിൽ ജീവിക്കണം, പങ്കുവയ്പിൽ ജീവിക്കണം. നീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സഭാസമൂഹത്തിൽ, ചില ക്രൈസ്തവ സഭാസമൂഹങ്ങളിൽ സമ്പത്തിനെ അടിസ്ഥാനമാക്കി വിവേചനം ഉണ്ടായിരുന്നു, പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമൂഹത്തിലെ വിശ്വാസികളോട് പറയുന്നൊരു കാര്യമുണ്ട്, സമ്പത്തിനെ അടിസ്ഥാനമാക്കി വിവേചന വിശ്വാസികളുടെ ഇടയിൽ പാടില്ല. ഒന്നിനെ അടിസ്ഥാനമാക്കി പാടില്ല, പ്രത്യേകിച്ച് സമ്പത്തിനെ അടിസ്ഥാനമാക്കി വിവേചന പാടില്ല. അത് നമ്മൾ കാണുന്ന 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പക്ഷപാതത്തിനെതിരെയുള്ള ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തെ ഏതാനും ചില വാക്യങ്ങൾ വായിക്കാമോ? എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, ധനവാനും ദരിദ്രനും വരികയാണ്. അപ്പോൾ ആ സമീപനം എന്തായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അതാണ് ഒരു വിവേചനയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആരാധനാ സ്ഥലത്തേക്ക് വരുന്ന ആളുകളോട് തന്നെ വ്യത്യസ്ത സമീപനം ആളുകൾ പുലർത്തുന്നു എന്നുള്ളതാണ്. 2-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായി വിധിയുണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു എന്നുള്ളതാണ്. കരുണ കാണിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷപാതം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷപാതം കാണിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. അപ്പം ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുവനോടും പക്ഷപാതം ഉണ്ടാകാനായിട്ട് പാടില്ല. ദരിദ്രനെ അവഗണിക്കാതിരിക്കുക, സമ്പന്നനെയും ദരിദ്രനെയും ഒരേപോലെ കാണുക എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ തിന്മ പ്രവർത്തിക്കുന്ന ധനികരെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ധനവാന്മാർക്കൊരു മുന്നറിയിപ്പാണ്. അവർ ചെയ്യുന്ന തിന്മകളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവരോട് നിലവിളിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. 5-ാം അധ്യായം
കാരണം ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവരുടെ മേൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. വായിക്കാം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. അതാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് സമ്പത്ത് നൽകുന്ന സുരക്ഷിത ബോധത്തിൽ അടിയുറച്ച് സുഖഭോഗങ്ങൾ ആവോളം ആസ്വദിക്കുന്നവർക്ക് നൽകുന്ന വലിയൊരു താക്കീതാണ്. അതായത് നിങ്ങളുടെ ശിക്ഷാവിധി അടുത്തു കഴിഞ്ഞു, അതാണ്. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി ഉള്ളതാണ്. ഇങ്ങനെ വസ്ത്രങ്ങൾ അത് കൂമ്പാരമായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്, ആർക്കും കൊടുക്കാതെ എന്നുള്ളതാണ്, പങ്കുവയ്ക്കാതെ. രണ്ടുടുപ്പുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കറ പിടിച്ച സ്വർണവും വെള്ളിയൊക്കെ എന്താണ്? സമ്പത്ത്. അതിങ്ങനെ കൂട്ടി വെച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ്. അത് ഉപയോഗശൂന്യമായി തീർന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഇനി കിട്ടാൻ പോകുന്നില്ല. ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ച് വെച്ചതെന്ന് പറയുകയാണ്. അപ്പം ഇത് നിങ്ങളുടെ ഈ സമ്പത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ, പങ്കുവയ്ക്കാതെ ചിരിക്കുന്ന അത് നിങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്നതിന് നിങ്ങൾക്കെതിരെ നിലകൊള്ളും എന്നുള്ളതാണ് പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വലിയൊരു അനീതിയെക്കുറിച്ച് കൂടി തന്നെ പറയുന്നുണ്ട്. അതായത് വേലക്കാർക്ക്, ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാതിരിക്കുക. അത് 5-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പം ഞാൻ പറയാം, അവരെ സംബന്ധിച്ചുള്ള അവർ ചെയ്ത അനീതികളെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ പാടത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ന്യായമായിട്ടുള്ള വേതനം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് ധനികനാകുന്ന അധാർമിക പ്രക്രിയയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മൾ ഓർക്കണം. അതായത് ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ സ്വർണം വിളയിക്കുന്നത്, കനകം വിളയിക്കുന്നത് മനുഷ്യൻ്റെ അധ്വാനമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ധനമെന്ന് പറയുന്നത് അധ്വാന ഫലമാണ്. അതിൽ ഒരു ന്യായമായിട്ടുള്ള പങ്ക് അധ്വാനിക്കുന്നവന് ലഭിക്കേണ്ടതുണ്ട്. ഉടമസ്ഥാവകാശം തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അധ്വാനിക്കുന്നവന് ഉടമ കാര്യമായിട്ടുള്ള വേതനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം. അർഹിക്കുന്ന വേതനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പറയുന്ന ന്യായം, എൻ്റെ പറമ്പിലാണ്, എൻ്റെ പാടത്താണ് നീ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധ്വാനിക്കുന്നവർക്ക് കൂലിയും അധ്വാനിക്കാത്ത ഉടമയ്ക്ക് ലാഭവും, അങ്ങനെയുള്ള ഒരു അവസ്ഥ ചില സമൂഹങ്ങളിൽ, ക്രൈസ്തവ സമൂഹങ്ങളിൽ ഉടലെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗോതമ്പ് വയലുകളിൽ നിന്നും മുന്തിരിത്തോട്ടത്തിൽ നിന്നും ഉയരുന്ന നിലവിളി, അത് തൊഴിലാളികളുടെ നിലവിളിയാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, 4-ാം അധ്യായത്തിലും കാണുന്ന 10-11 വാക്യങ്ങളിൽ കാണുന്ന കാര്യമുണ്ടല്ലോ. അത് സഹോദരനെ കൊന്നു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയുന്ന, അതെ, അതായത് ആബേലിന്റെ രക്തം പ്രതികാരത്തിനായിട്ട് അതെ നിലവിളിക്കുന്നുള്ളതാണ്. അപ്പം ഈ വേലക്കാരുടെ നിലവിളി കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വിധി പ്രസ്താവിക്കാനായിട്ട് വരും നിങ്ങൾക്കെതിരെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു താക്കീതാണ്. അപ്പം താക്കീത് മാനസാന്തരപ്പെടാനായിട്ടുള്ള ആഹ്വാനം. മാനസാന്തരപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഴയ നിയമത്തിൽ നമ്മൾ ആമോസിൻ്റെ പുസ്തകം, യെശയ്യായുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പറയുകയാണ്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഈ യാക്കോബിൻ്റെ പുസ്തകം പറയുന്നുണ്ട്. വ്യാപാരികൾ എടുക്കുന്ന കൊള്ളലാഭത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ അഹന്തയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന വ്യാപാരികൾ,
കൊള്ളലാഭം ഉണ്ടാക്കുന്ന, ലാഭം കച്ചവടത്തിന് തീർച്ചയായിട്ടും ലാഭം ഉണ്ടാകും, പക്ഷെ കൊള്ളലാഭം എടുക്കുന്ന. നമുക്കറിയാം, ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ നിൽക്കുന്നവരാണ് കച്ചവടക്കാർ. അവർ ഉൽപ്പാദകരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വാങ്ങിക്കാൻ വരുന്ന, കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് വരുന്നവർക്ക് വലിയ വിലയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ അവർക്കൊരു അഹങ്കാരമുണ്ട്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. അതാണ്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് അമിതമായിട്ടുള്ള ഒരു 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 എന്താണ് നമ്മൾ പറയുന്ന ഒരു വിശ്വാസമാണുള്ളത്. തങ്ങളിൽ തന്നെയുള്ളൊരു വിശ്വാസമാണുള്ളത്, ഒരു ബോധ്യം തങ്ങളിൽ തന്നെ. ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ ഇന്നോ നാളെയോ, നാളത്തെ കാര്യം നമുക്കറിയില്ല, നാളെയോ പട്ടണത്തിൽ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് തീരുമാനമെടുക്കുകയാണ്. ഓവർ കോൺഫിഡൻസ് ആണ്. 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ എന്നുള്ള പറയാണ്. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. അതെ, അതാണ് മൂടൽമഞ്ഞാണ് നിങ്ങൾ, ഓർക്കണം. അപ്പം കൂടുതലായിട്ടുള്ള ആ സുരക്ഷിതത്വ ബോധം, അമിതമായിട്ടുള്ള നിങ്ങളിൽ തന്നെ ആശ്രയിക്കുക. അങ്ങനെ സമ്പത്ത് ഉള്ളവർക്ക് അങ്ങനെ ചിലപ്പോഴൊരു ഓവർ കോൺഫിഡൻസ്. അതെ അതെ അതെ, ഞാൻ ഇന്നത് ചെയ്യും, എന്നോട് ചോദിക്കാൻ ആരാണുള്ളത്, എന്നോട് കേസ് കളിച്ച് ആര് വിജയിക്കും എന്നുള്ള ഞാൻ എൻ്റെ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ധനം കൊടുക്കുന്ന ചില മനുഷ്യർക്ക് സമ്പത്ത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം അവനോട് പറയുകയാണ്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 15-ാമത്തെ വാക്യം, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ വ്യർത്ഥഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അതെ, ഒരു ആത്മപ്രശംസ ചെയ്യുകയാണ്. ചുരുക്കത്തിൽ ഈ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം അനുസരിച്ച് എതിരുമായിട്ട് പങ്കുവയ്ക്കണമെന്നുള്ള അവിടുത്തെ പ്രബോധനം അനുസരിച്ച്, അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സഭയുടെ ചൈതന്യം അനുസരിച്ച്, പങ്കുവയ്പ്പിൻ്റെ ചൈതന്യം അനുസരിച്ച് പിൽക്കാലത്ത് ചില ക്രൈസ്തവ സമൂഹങ്ങളിൽ എങ്കിലും അങ്ങനെ ജീവിക്കാനായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ പങ്കുവയ്ക്കുന്നതിന് മടി കാണിക്കുന്ന, നീതി നിഷേധിക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും ദൈവത്തിൻ്റെ കോപത്തിന്, ശിക്ഷയ്ക്ക് അർഹരായിത്തീരും. അതിന് ഒരു മാനസാന്തരപ്പെടുകയാണ്, പങ്കുവയ്ക്കുകയാണ്, നീതിപൂർവം പെരുമാറുകയാണെന്ന് യാക്കോബ് ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൽ യാക്കോബിൻ്റെ ലേഖനമാണ് നമ്മൾ സവിസ്തരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ കർക്കശമായ ഭാഷയിൽ യാക്കോബ് ധനവാന്മാരെ എങ്ങനെയാണ് ദരിദ്രരോട് അനീതി കാണിക്കുന്നതെന്നും, വ്യാപാരികളൊക്കെ എങ്ങനെയാണ് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് താക്കീത് കൊടുക്കുന്നത് നമ്മൾ കേട്ടു. ഇത്രയും സമയം ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.